സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മൾ അമ്മമാരുടെ മനസ്സിൽ ഉണ്ടാവുന്ന കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളും ടെൻഷൻസും എല്ലാം ഉണ്ട്. പുതിയ കുട്ടികളെ സ്കൂളിൽ ചേർത്തുന്ന കാര്യമാണെങ്കിൽ പറയണ്ട. ഒരു വീട്ടിൽ നിന്ന് 1, 2, 3 കുട്ടികൾ പോകുന്നവരും ഉണ്ടാവും. പുതിയ അഡ്മിഷൻസ് ഉണ്ടാവും, പഴയ ആളുകളുണ്ടാവും. എല്ലാം കൂടി ആകെ ഒരു ബഹളം തുടങ്ങുകയായി. സ്കൂൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ തിരക്കിലായിരിക്കും മക്കളും നമ്മളും. അപ്പോൾ ഈ ഒരു പർച്ചേസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ പുസ്തകം കവർ ചെയ്യാൻ വേണ്ടി കവറിങ് പേപ്പർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, അധികം വർക്ക്സോ ഡിസൈൻസോ കാര്യങ്ങളോ ഇല്ലാത്ത, വളരെ എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കാം ഫീൽ ചെയ്യുന്ന ടൈപ്പ് കവറിങ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഒരു വീട്ടിൽ നിന്ന് 1, 2, 3 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം സെപ്പറേറ്റ് കളേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ബുക്ക് മാറിപ്പോകുന്ന കൺഫ്യൂഷൻസും കാര്യങ്ങളും നമുക്കിന്ന് ഒഴിവാക്കാം. അത് കുട്ടികൾക്ക് തന്നെ സ്വയം എടുത്തു വെക്കാനും കാര്യങ്ങൾക്കും ഈസി ആയിരിക്കും. അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ്, അതുപോലെ തന്നെ നമ്മൾ ബുക്സിലെ പല കളേഴ്സിലുള്ള, അതല്ലെങ്കിൽ പല കാർട്ടൂൺസിൻ്റെ, ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ നെയിം സ്ലിപ്പുകൾക്ക് പകരം നമ്മൾ വളരെ നീറ്റായിട്ട് സബ്ജക്ട്സിൻ്റെ പേര് ബുക്സിൽ കവറിൽ തന്നെ മാർക്കർ ഉപയോഗിച്ച് എഴുതി കൊടുക്കുക എന്നുള്ളത്. അത് അവർക്ക് തന്നെ ബുക്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുക്കിനൊരു നീറ്റ്നെസ്സും കൊണ്ടുവരും. അടുത്തതായിട്ട് ബാഗുകൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണ്. നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ബാഗുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് കളേഴ്സ് ആയിരിക്കാണ് എപ്പോഴും നല്ലത്. കുട്ടികൾക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ മഴക്കാലം അവർ യൂസ് ചെയ്യുന്ന സ്കൂളിലെ പേന, പെൻസിൽ ഇതൊക്കെ ഉപയോഗിച്ച് ബുക്സിൽ വരയാനും കാര്യങ്ങൾക്കുമുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും സ്കൂൾ ബാഗ്സ് കുറച്ച് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യമാണ്, നമ്മൾ സ്കൂളിൽ ലഞ്ച് ബോക്സ് കൊടുത്തു വിടുന്ന സമയത്ത് കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർ സെപ്പറേറ്റ് ലഞ്ച് കിറ്റ് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം കാണില്ല. ആ സമയത്ത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബാഗിനകത്ത് വേറൊരു കവർ, ഒരു പ്ലാസ്റ്റിക് കവറോ കാര്യങ്ങളോ എന്തെങ്കിലും, ഫുഡ് ലീക്കേജ് വന്നാൽ തന്നെ ബാഗിലോ ബുക്കിലോ പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് കവർ കൊടുത്തു വിടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് നനവുള്ള കുടകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അംബ്രല കവർ കാര്യങ്ങൾ ബാഗിലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. വാട്ടർ ബോട്ടിലുകൾക്കും ഒക്കെ സെപ്പറേറ്റ് കവറുകൾ ഉണ്ടായിരിക്കുമ്പോൾ ബുക്സിലോ കാര്യങ്ങളിലോ യാതൊരു തരത്തിലുള്ള നനവുകളോ കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ബോക്സുകളും പൗച്ചസൊക്കെ ചൂസ് ചെയ്യുമ്പോഴുള്ള മറ്റൊരു കാര്യം. നമുക്ക് കഴിയുമെങ്കിൽ കുട്ടികൾക്ക് കഴിയുമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചസ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ചൂസ് ചെയ്യാനും കുട്ടികൾക്ക് അതൊരു എളുപ്പമായിരിക്കും. എന്തൊക്കെയാണ് അകത്ത് വെച്ചിട്ടുള്ളത്, എന്തൊക്കെ കൊണ്ടുപോകുന്നില്ല എന്ന് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അവർക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബിസി മോർണിംഗിൽ നമുക്ക് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള ടൈം ടേബിളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുത്ത് കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ചെറിയ മക്കളാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ ടൈം ടേബിൾ വളരെ വൃത്തിയിൽ കുറച്ച് വലുതായി അവരുടെ സ്റ്റഡി ഏരിയയിൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വാളിൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അവർക്ക് തന്നെ നോക്കി ചൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളുടെ കുട്ടികളുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടുന്ന സോക്സുകൾ, ഇന്നേഴ്സുകൾ, ഹെയർ ആക്സസറീസ് അതുപോലെയുള്ള ഐറ്റംസ് ഇതെല്ലാം നമ്മൾക്ക് ഒരു ബാസ്ക്കറ്റിലാക്കി അവരുടെ പ്രോപ്പർ യൂണിഫോം ഏരിയയിൽ തന്നെ സൂക്ഷിക്കുക. ഓരോന്നും തപ്പി രാവിലെ നടക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതുകൊണ്ട് തീരുന്നതാണ്. അതുപോലെ തന്നെ പാരൻസിൻ്റെ എപ്പോഴും വലിയൊരു തലവേദനയാണ് കൊണ്ടുപോകുന്ന ഐറ്റംസൊക്കെ കളഞ്ഞിട്ട് വരുന്നൊരവസ്ഥ. അതുപോലെ ലഞ്ച് ബോക്സ് ആയിക്കോട്ടെ, കുടയായിക്കോട്ടെ, പെൻസിലായിക്കോട്ടെ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. അപ്പോൾ അതിന് ആദ്യമേ നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴേ തന്നെ ഒരു വൈറ്റ്നർ വാങ്ങിച്ച് അവരുടെ നെയിം അതാത് ഐറ്റംസിൻ്റെ മുകളിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ ഒരു പ്രശ്നം പരിഹരിക്കാം. ഏറ്റവും അവസാനമായി പറയുമ്പോൾ മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് നല്ലൊരു സ്റ്റഡി ഏരിയ
റെഡിയാക്കി കൊടുക്കാം. അവർക്കിഷ്ടപ്പെട്ട കളേഴ്സിൽ അവർക്കിഷ്ടപ്പെട്ട ഒരു തീമിലോ നമുക്ക് അവരുടെ ടൈം ടേബിളൊക്കെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അവരുടെ ബുക്സൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർക്ക് പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര എന്താ പറയുക പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ആ ഒരു ദിവസവും അവിടെ പോയിരിക്കുന്നതും അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ഒരു രസകരമായിട്ട് അവർ എടുക്കുകയും ചെയ്യും. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കുഞ്ഞു മക്കൾക്കും നല്ലൊരു വർഷം നേരുന്നു. എല്ലാ പേരൻസിനും അവരുടെ മക്കളുമായിട്ടുള്ള നല്ലൊരു അക്കാദമിക് ഇയർ ആശംസിക്കുകയാണ്.